ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്സ്. അപ്പം ഇന്ന് തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു കുഴിമന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ. അപ്പം ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പുറത്ത് പോകണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു ഗൈസ്. മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി മഴ. ആൻഡ് ഓൾസോ ആറ്റ് ദാറ്റ് കോസി അറ്റ്മോസ്ഫിയർ. പോരെ കിടന്നുറങ്ങി എന്ന് വെച്ച് നമ്മുടെ കുഴിമന്തി എന്നുള്ള സ്വപ്നം മറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സോ എഴുന്നേറ്റ് കുളിച്ചു റെഡിയായി. ഇനിയിപ്പോൾ പോണം. 2 ദിവസം മുമ്പല്ലേ നീ ഡയറ്റ് എന്ന് പറഞ്ഞ് എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടാവും. പക്ഷെ ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വാക്ക് വിശ്വസിക്കില്ല, എസ്പെഷ്യലി ഡയറ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ വീട്ടിൽ വെക്കുന്ന ഫുഡല്ലേ, കുഴപ്പമൊന്നുമില്ലായിരിക്കും അല്ലേ? ആയിരിക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം കഴിക്കടാ, പക്ഷെ ഇഷ്ടമുള്ള അത്രയും അങ്ങോട്ട് കഴിക്കാണ്ടിരുന്നാൽ മതി. സോ അടുത്ത മഴ വരാനായിട്ടുണ്ട് മിക്കവാറും. ഞാൻ നനഞ്ഞു കുളിക്കൊന്നുമില്ല, എന്നാലും മഴ ഉള്ളപ്പോൾ പുറത്തു പോകാൻ നല്ല മടി എനിക്ക്. വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ലോങ് വീഡിയോ ഇട്, ഡേ ഇൻ മൈ ലൈഫ് ഇട്, അതിട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് സെറ്റാക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബേസിക്കലി നല്ല മടിയുള്ള കൊച്ചാണ്. സോ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ മടിയാണ്. പിന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഔട്ട് സൈഡൊക്കെ പോകുമ്പോൾ എനിക്ക് ആ ഒരു ഹാപ്പിനെസ്സിൽ ഞാൻ അങ്ങനെ ഇൻവോൾവ് ആയിട്ട് നിൽക്കുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു പോകും സത്യം പറഞ്ഞാൽ. അതാണ് മെയിനായിട്ടുള്ളത്. ബട്ട് പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഞാൻ ഭയങ്കര ഷൈയാ. ആൾക്കാർ നിൽക്കുമ്പോൾ മാളിലൊക്കെ ഇങ്ങനെ ക്യാമറ പിടിച്ച് നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ പിന്നെ ലോങ് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ വെർട്ടിക്കലി പിടിക്കണ്ടേ, മറ്റേത് ഹൊറിസോണലി പിടിക്കുമ്പോൾ ആൾക്കാർ നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണോ ഫോട്ടോ എടുക്കുകയാണോ വീഡിയോ എടുക്കണോ എന്നറിയില്ല. ഇതിങ്ങനെ പിടിക്കുമ്പോൾ എന്തായാലും അറിയും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഇൻട്രോവേർട്ടാണ്. സോ നീ ഇൻട്രോവേർട്ടാണോന്ന് ചോദിച്ചാൽ ചെറിയ രീതിക്കൊക്കെ ഇൻട്രോവേർട്ടാണ്, എവിടേക്കോ ഇൻട്രോവേർട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭയം. സോ ശരിയാക്കി എടുക്കാം നമുക്കിനി ലോങ് വീഡിയോസിൻ്റെ ചെറുപുറ അങ്ങനെയൊന്നും പറയില്ല. ഇൻഷാ അല്ലാ നമുക്ക് സെറ്റാക്കി എടുക്കാം. ആൻഡ് ദ മെയിൻ തിങ്, ഈ വീഡിയോ എന്നല്ല, എൻ്റെ എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. മഴ തുടങ്ങുന്നുണ്ട്, പോവാൻ മടിയാവാം. പക്ഷെ കുഴിമന്തി മുഖ്യമ്പിക്കില്ലേ. ആൻഡ് അത് കഴിഞ്ഞ് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ കുക്ക് ചെയ്യാൻ മടിയുമാണ്. രണ്ടും കൂടെ മിക്സാണ്. സോ കുഴിമന്തി ആലോചിക്കുമ്പോൾ കുക്ക് ചെയ്യണമെന്നുണ്ട്. എൻ്റെ കുക്ക് ചെയ്യുന്ന മന്തിയും പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മന്തിയും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ബേസിക്കലി ഞാൻ വെക്കണ മന്തി ഇഷ്ടമാണ്. അല്ല, ഇഷ്ടമല്ലാന്നല്ല, ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ ക്രേവിങ് ഫോർ ഞാൻ ഉണ്ടാക്കുന്ന മന്തിനോടാണ്. അപ്പോൾ നമുക്ക് മന്തി ഉണ്ടാക്കാൻ തന്നെ വേണം. ഞാൻ ആദ്യം ആലോചിച്ചു വാങ്ങിയാൽ മതിയോ, പക്ഷെ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുക്ക് ചെയ്യുന്ന ഫുഡിനോട് എനിക്കൊരു ക്രേവിങ്സ് വരാറുണ്ട്. സോ ഞാൻ വിചാരിച്ചു ലെറ്റ്സ് മേക്ക് കുഴിമന്തി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാമല്ലോ. എനിക്ക് അങ്ങനത്തെ കുറേ ഭ്രാന്തുണ്ട്. ലൈക്ക് എനിക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഉള്ള സംഭവത്തിനോടുള്ള ക്രേവിങ്സ്, അതന്നെ വേണമെന്നുള്ള വാശി, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. മഴ വരുന്നുണ്ട് ഗൈസ്, പോവാൻ നല്ല മടിയാണ്. പക്ഷെ വി ഡു ഹാവ് എനി അതർ ഓപ്ഷൻസ്. എന്തായാലും പോയേ പറ്റുള്ളൂ. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് ഞാൻ ഇറങ്ങി. മിക്കവാറും എൻ്റെ ലബൂബു നനഞ്ഞ് കുളിക്കും. കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നുണ്ട്. എനിക്ക് പേഴ്സണലി പ്രശ്നമൊന്നും വന്നിട്ടില്ല. പ്രശ്നങ്ങളൊക്കെ ഒരു പാവകാരനാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടായിരിക്കാം, ഞാനങ്ങനെ വിശ്വസിക്കുന്ന ടൈപ്പല്ല. എനിവേ ഐ ഡോണ്ട് കെയർ. അപ്പൊ ആദ്യം നമ്മൾ മന്തി വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവാട്ടോ. മഴയത്ത് നടന്നുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട്. അപ്പൊ സൗണ്ടിലൊക്കെ അതിൻ്റെതായിട്ടുള്ള വേരിയേഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ മന്തി എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, പക്ഷെ അടിപൊളി ടേസ്റ്റ് ആണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം അങ്ങോട്ട് പർച്ചേസ് ഒന്നും ചെയ്യേണ്ട വരത്തില്ല. സോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വൈമാളിക്കാണ് കേട്ടോ പോകുന്ന സമയത്ത് അങ്ങനെ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ മാളിലെത്തി മന്തിക്കുള്ള സാധനങ്ങളൊക്കെ അതിനുള്ളിൽ കയറിയ ശേഷം പുറത്ത് നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. മന്തി വെക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് അരി. നമ്മൾ അരി അങ്ങനെ മാറി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ആയിട്ടുള്ള ടേസ്റ്റ് അങ്ങോട്ട് ചേഞ്ച് ആവും. ഞാനിവിടെ സെല്ല ഗോൾഡ് റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഗോൾഡ് ബസ്മതി റൈസ് അങ്ങനെ എന്തോ ആണ്. എനിവേ ഡീറ്റെയിൽസ് അറിയേണ്ട ആൾക്കാരൊന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി. സാധാരണ മാളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വേറെ എവിടേക്കെങ്കിലും പോവാറുണ്ട്. പക്ഷെ ഇന്ന് മാളിൽ നിന്ന് ഇറങ്ങിയപ്പോ അത്യാവശ്യം ചെറിയ രീതിക്കൊന്നും മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ല മഴ കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്. ആൻഡ് ഓൾസോ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. എന്താ തിരക്കെന്നറിയോ? ഇന്ന് സാധാരണ വീക്കെൻഡിലൊക്കെയാണ് ഞാൻ ഇതുപോലെ തിരക്ക് കാണാം. എനിവേ നമുക്ക് വീട്ടിൽ പോവാം. അത്ര
നല്ല മഴ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനങ്ങ് റെയിൻകോട്ട് ഒന്നും ഇടാഞ്ഞത്. പക്ഷെ എന്നാ പോലും ഒരു പനി ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് എന്റെ വണ്ടിയുടെ പിന്നിലിരുന്ന് പോവാൻ ഭയങ്കര പേടിയാ. അതിന്റെ ഒപ്പം തന്നെ ക്യാമറ കൂടെ പിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു. എന്തായാലും വിത്തിൻ 1 hour കൊണ്ട് ഷോപ്പിംഗും കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോ തന്നെ വേറെ ഒന്നും നോക്കിയില്ല, നമ്മൾ അങ്ങോട്ട് കുക്ക് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരിയാണ് ഇവിടത്തെ മെയിൻ. സോ ആദ്യം തന്നെ അരി കഴുകി വെള്ളത്തിലിട്ടു. പിന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ക്യാപ്സിക്കവും പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും. ഇനി നമുക്ക് ചിക്കനെ ഭയങ്കര ക്രൂരമായി തന്നെ കുത്തി നോവിക്കാം. ഇങ്ങനെ കുത്തി നോവിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ മന്തി പല രീതിക്ക് വെക്കുന്ന ആൾക്കാരുണ്ട്. ഇത് എന്റെ ഒരു വേ ഓഫ് കുക്കിംഗ് ആണ്. അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാനൊന്നും ഞാൻ പറയില്ല, വേണ്ടവർ ട്രൈ ചെയ്താൽ മതി. അപ്പൊ കുത്തി നോവിച്ച ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് 1.5 മാഗി ക്യൂബ്, പിന്നെ കുറച്ചധികം ഓയിലും കൂടെയും ചേർത്ത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സ്റ്റൗ ഓൺ ചെയ്തപ്പോൾ ഗ്യാസ് കഴിഞ്ഞു. ഗ്യാസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വരാൻ നേരം വൈകും. അതുവരെ നമ്മൾ ഇങ്ങനെ ഇരിക്കും. നേരത്തെ പറയാൻ മറന്നു, ഞാൻ കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. സമയം ഒരുപാട് വൈകിയോണ്ട് തന്നെ നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചു. അപ്പോഴേക്കും ഗ്യാസ് ഒക്കെ വന്നു. അപ്പോൾ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നന്നായി ചൂടായ വെള്ളത്തിലേക്ക് സ്പൈസസും കുറച്ച് ഓയിലും ഉപ്പുമാണ് കേട്ടോ ഇതിൽ ചേർത്തിട്ടുള്ളത്. ആൻഡ് നോട്ട് ദ പോയിന്റ്, ഞാൻ അരിയിൽ മാത്രമാണ് ഇതിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത്. ചിക്കൻ ഞാൻ 1 hour സ്ലോ കുക്ക് ചെയ്തെടുക്കാണ് കേട്ടോ ചെയ്തത്. ആൻഡ് നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ആൻഡ് ഈ സമയത്ത് ഒരു സ്മെല്ല് വരും ഗായ്സ്. അതൊക്കെ പോട്ടെ, നമുക്ക് കുക്കായി വന്നിട്ടുള്ള ചിക്കനിലേക്ക് വേവിച്ച അരി ഇട്ട് കൊടുക്കാം. അരി ഒരു 80% കേട്ടോ ഞാൻ വേവിച്ചിട്ടുള്ളത്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾക്ക് ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഞാനിവിടെ കുറച്ച് കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്താൽ മതി, കളർ ടേസ്റ്റിനെ ബാധിക്കുന്ന കേസേ അല്ല. അപ്പൊ എങ്ങനെ മന്തി ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ തന്നെയല്ലേ. ഇനി വരുന്നത് കുറച്ച് അധികം റിസ്കി ആയിട്ടുള്ള പാർട്ടാണ്. അതായത് നമ്മൾ ഈ റൈസിനെ ഒന്ന് സ്മോക്ക് ചെയ്ത് എടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് സെന്ററിൽ ഒരു ചെറിയ സ്റ്റീലിന്റെ ബൗൾ വെച്ചിട്ടുണ്ട്. ബൗളല്ല, ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കനലോ അല്ലെങ്കിൽ ചാർക്കോലോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്ന. ഇത് കാണുന്നത് ചെറിയ പിള്ളേരാണെന്നുണ്ടെങ്കിൽ ചെയ്യരുത് ട്ടോ മക്കളെ. ഇനിയിപ്പോ വലിയ ആൾക്കാരാണ് ചെയ്യുന്ന പോലെ ഇത് സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്യാം. ഇനി ഒരു 1/2 hour ദമ്മിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മയോണൈസും ആ സൈഡിലുള്ള ആ ചട്നിയും കൂടെ ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചാലുണ്ടല്ലോ എന്റെ സാറേ സ്വർഗം. ഈ മന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നൊസ്റ്റു ഐറ്റം കൂടിയാണ്. അപ്പൊ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെടാ. അപ്പൊ ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോ വേണ്ടവര് കമന്റ്, ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാ. ബൈ.